ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഓർഗാനിക്കായിട്ടുള്ള ഹെന്നാക്കോണ് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ 2 പാർട്ടായിട്ടാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഹെന്നാക്കോണാണ് ഉപയോഗിക്കുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള A to Z കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ചെറിയ രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു ബിസിനസ്സാണ് കേട്ടോ ഇത്. അങ്ങനെ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാക്കിക്കോട്ടെ. ഇതാണ് ഏറ്റവും നല്ല സമയം. ഓർഗാനിക് ഹെന്ന ഏറ്റവും കൂടുതൽ സെയിലായി പോണത് ചെറിയ പെരുന്നാളിൻ്റെ സീസണിലാണ്. ആഗ്രഹമുള്ളവർ ആദ്യം ചെറിയ ക്വാണ്ടിറ്റിയിൽ ചെയ്ത് തുടങ്ങി നോക്കും. എന്നിട്ട് ഒരു വട്ടം ചെയ്താൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിനകത്തേക്ക് എന്തെല്ലാം സാധനങ്ങൾ വേണമെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് രാജസ്ഥാനി ഹെന്ന പൗഡറാണ് കേട്ടോ. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഹെന്നയുടെ ക്വാളിറ്റി അത് നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡറിനായിട്ട് ഒത്തിരി ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ മാക്സിമം ട്രിപ്പിൾ സിഫ്റ്റഡ് ആയിട്ടുള്ള ഹെന്ന പൗഡർ തന്നെ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് വേണ്ടത് എസെൻഷ്യൽ ഓയിലാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് യൂക്കാലിപ്റ്റസിൻ്റെ എസെൻഷ്യൽ ഓയിലാണ്. പിന്നെ വേണ്ടത് പഞ്ചസാര. ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ. ഇനി വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വെയ്റ്റ് മെഷീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ടാക്കുന്ന ഹെന്നാക്കോണിന് ഒരു മെഷർമെൻ്റ് ഉണ്ട്. അത് അളക്കാനും അതുപോലെ തന്നെ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർക്ക് ഹെന്ന പൗഡറും എസെൻഷ്യൽ ഓയിലും പഞ്ചസാരയും ഇതൊക്കെ അളക്കാനായിട്ട് ഈ വെയ്റ്റ് മെഷീൻ നല്ലതാണ്. ഓരോന്നിനും അതിൻ്റേതായ ഒരു മെഷർമെൻ്റ് ഉണ്ട്. അപ്പോൾ ആ അളവിലെടുത്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഹെന്നാക്കോൺ കിട്ടുള്ളൂ. അടുത്തത് നമുക്ക് വേണ്ടത് ബീറ്ററാണ് കേട്ടോ. ബീറ്റർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസിയിലുള്ള ഹെന്ന പേസ്റ്റ് കിട്ടാനായിട്ട് ബീറ്റർ അത്യാവശ്യമാണ്. അടുത്തത് ഇതുപോലെ ഒരു വിസ്കാണ് കേട്ടോ. ഇത് ഞാൻ ആർക്കും അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഇത് വെച്ചിട്ട് നമ്മുടെ ടൈം ഒരുപാട് വേസ്റ്റ് ആവും. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്യാം. പക്ഷേ ഒരുപാട് ടൈം എടുത്തിട്ടേ നമുക്ക് ആ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിലായിട്ടുള്ള ഹെന്ന ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ഇതങ്ങനെ കൂടുതൽ റെക്കമെൻഡ് ചെയ്യണില്ല. ഏറ്റവും നല്ലത് ബീറ്റർ തന്നെയാണ് കേട്ടോ. അടുത്തത് വേണ്ടത് സെല്ലോ ടേപ്പും പിന്നെ അതിൻ്റെ ഡിസ്പെൻസറുമാണ് കേട്ടോ. അപ്പോൾ ഹെന്നാക്കോൺ നല്ല പെർഫെക്റ്റ് ആയിട്ട് സീൽ ചെയ്യാനായിട്ട് ഫ്രീസർ സേഫ് ആയിട്ടുള്ള സെല്ലോ ടേപ്പ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഡിസ്പെൻസറും നല്ലതാണ്. ഇപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് പകുതി ആക്കിയിട്ട് എവിടെയെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം ഡിസ്പെൻസർ ഇല്ലാത്തവർക്ക്. പക്ഷെ ഒന്നും കൂടെ സ്പീഡിൽ ചെയ്യുമ്പോൾ ഇതാണ് നല്ലത്. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലൊക്കെ എടുക്കുന്നവർക്ക് ഡിസ്പെൻസർ വേണമെന്നില്ല. ഇത് നമുക്ക് ഇതുപോലെ പീസാക്കി ഇങ്ങോട്ട് എവിടെയെങ്കിലും ഒരു ഭാഗം ഒട്ടിച്ച് കൊടുത്തിട്ട് അതിൽ നിന്ന് എടുത്തെടുത്ത് സീൽ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തത് വേണ്ടത് ഇതുപോലെ ഒരു മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. ഇപ്പോൾ മെഷർമെൻറ്റ് കപ്പ് മേടിക്കുമ്പോൾ ഇതുപോലെ സെറ്റായിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എസെൻഷ്യൽ ഓയിലൊക്കെ അളക്കാനായിട്ട് ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ മരുന്നിൻ്റെ ഒക്കെ അടപ്പില്ലേ, മരുന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു വെള്ള കളറിലുള്ള അടപ്പ് അതായാലും ഉപയോഗിക്കാം കേട്ടോ. ഇത് തന്നെ വേണമെന്നില്ല. പിന്നെ നമ്മുടെ കയ്യിൽ വെയ്റ്റ് മെഷീൻ ഉണ്ടെങ്കിൽ ഇത് തീരെ വേണമെന്നില്ല. വെയ്റ്റ് മെഷീനിൽ വെച്ചിട്ട് നമുക്ക് പഞ്ചസാരയും അതുപോലെ തന്നെ മൈലാഞ്ചി പൗഡറും ഇതൊക്കെ നമുക്ക് അതിൽ വെച്ചിട്ട് തന്നെ അളക്കാം കേട്ടോ. വെയ്റ്റ് മെഷീൻ ഇല്ലാത്തവർക്ക് ഈ ഒരു സെറ്റ് അത്യാവശ്യമാണ്. അടുത്തത് വേണ്ടത് ഇതുപോലൊരു സ്പാച്ചുലാണ് കേട്ടോ, സിലിക്കോണിൻ്റെ. ഇത് മിക്സിങ്ങിനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. കാരണം ഇപ്പം നമ്മുടെ വീട്ടിലുള്ള സാധാ തവി ആയാലും മതി. പക്ഷേ ഇതാവുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബൗളിൽ നിന്ന് നമ്മൾ പേസ്റ്റ് മാറ്റുന്ന സമയത്ത് നല്ല ക്ലീനായിട്ട് കിട്ടും. അടുത്തത് വേണ്ടത് ഇതുപോലെ ഒരു സെല്ലോഫെയിൻ്റെ ഷീറ്റാണ് കേട്ടോ. അത് പല ഡിസൈനിലുണ്ടാവും കേട്ടോ. ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ളതാണ്. അതാകുമ്പോൾ ഒന്നും കൂടെ ഒരു സ്റ്റാൻഡേർഡും നല്ല ഭംഗിയും തോന്നാറുണ്ട്. അതല്ലാണ്ട് പല ഡിസൈനിൽ സെല്ലോഫെയിൻ ഷീറ്റ് അവൈലബിൾ ആണ് കേട്ടോ. പല കളേഴ്സിലും സെല്ലോഫെയിൻ ഷീറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ എല്ലായിടത്തും. ഈ ബുക്ക് സ്റ്റോറിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. അടുത്തത് വേണ്ടത് ഇതുപോലത്തെ പൈപ്പിംഗ് ബാഗാണ് കേട്ടോ. പൈപ്പിംഗ് ബാഗ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെന്നയുടെ പേസ്റ്റ് റെഡിയായി കഴിയുമ്പോൾ ആ പേസ്റ്റ് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ കോണിലേക്ക് നിറച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലൊരു ബൗൾ വേണം കേട്ടോ. ഗ്ലാസിൻ്റെ തന്നെ വേണമെന്നില്ല, സ്റ്റീലിൻ്റെ ആയാലും കുഴപ്പമില്ല. പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ എടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ വേണ്ടത്. ഇത് കൂടാണ്ട് വെള്ളവും വേണം. വെള്ളം നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ. വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം യോജിപ്പിക്കാനായിട്ടാണ് വെള്ളം ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് പല ക്വാണ്ടിറ്റിയിലാണ് വെള്ളം ഉപയോഗിക്കുന്നത്.
ഈ ഹെന്ന പൗഡറും എസൻഷ്യൽ ഓയിലും ഇത് രണ്ടും സെയിൽ ചെയ്യുന്ന ഡീലേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എത്രയാണോ അത്രയും നമുക്ക് വാങ്ങാൻ പറ്റും. ഒരുപാട് പേര് ഇപ്പോൾ ഇത് സെയിൽ ചെയ്യുന്നുണ്ട്. ഞാനിത് വാങ്ങുന്നവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. അവർ എത്രയാണോ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി അത് നമുക്ക് അവർ കൊറിയർ അയച്ചു തരും. നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുത്തിയിട്ടുള്ള എല്ലാ ഐറ്റംസും അവരുടെ കയ്യിലുണ്ട് കേട്ടോ. അവരുടെ കയ്യിൽ നിന്ന് തന്നെ മൊത്തത്തിൽ മേടിക്കുകയാണെങ്കിൽ അവരതിനനുസരിച്ചുള്ള ഡിസ്കൗണ്ടും തരും കേട്ടോ. ഇതിൽ ഹെന്ന പൗഡറും എസൻഷ്യൽ ഓയിലാണ് നമുക്ക് എപ്പോഴും വാങ്ങിക്കേണ്ടതായിട്ട് വരാം. ഇതിൽ ഷുഗർ ആണെങ്കിലും ബൗളാണെങ്കിലും വെള്ളമാണെങ്കിലും ഒക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതാണ്. പിന്നെ ബാക്കി ഐറ്റംസ് ബീറ്റർ, അതുപോലെ വെയ്റ്റ് മെഷീന്, അതുപോലെ തന്നെ എന്താ പറയുക സെല്ലോ ടാപ്പിൻ്റെ ഡിസ്പെൻസർ, ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ ഒരു വട്ടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുറേ നാളത്തേക്ക് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ആ ഒരു ആദ്യത്തെ സമയത്ത് അത് മേടിക്കുന്ന ഒരു ബഡ്ജറ്റേ ഇതിനായിട്ട് പോവുള്ളൂ. പിന്നെ ചെറിയ റേറ്റിനാണ് നമുക്ക് എന്താ പറയുക ഈ ഹെന്ന പൗഡർ ആണെങ്കിലും എസൻഷ്യൽ ഓയിൽ ആണെങ്കിലും നമുക്ക് കിട്ടുന്നത്. 500 ഗ്രാം മുതൽ ഹെന്ന പൗഡർ ഞാൻ ഈ പറഞ്ഞ ഡീലേഴ്സ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് കറക്റ്റ് ടൈമിന് വീട്ടിലേക്ക് എത്തിച്ചു തരും. ഇനി നമുക്ക് ഹെന്ന പേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 100 ഗ്രാമിൻ്റെ അളവാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാം കൂടുമ്പോൾ 200 ഗ്രാം ആകുമ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള ഐറ്റംസിൻ്റെതും അതുപോലെ തന്നെ കൂട്ടാം കേട്ടോ. അപ്പോൾ 100 ഗ്രാം ഹെന്ന പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 30 ഗ്രാം പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് പേസ്റ്റ് ഒന്ന് സ്റ്റിക്കി ആവാനായിട്ടാണ്. അപ്പോൾ മൈലാഞ്ചിയുടെ കളറ് നമ്മുടെ സ്കിന്നിലേക്ക് വേഗം ഇറങ്ങും. ഡിസൈൻ വരച്ച ശേഷം പെട്ടെന്ന് ഡ്രൈ ആവാനും പഞ്ചസാരയുടെ കണ്ടൻറ്റ് സഹായിക്കും. അതുപോലെ അടുത്തതായിട്ട് വേണ്ടത് 30 ml എസൻഷ്യൽ ഓയിലാണ്. മൈലാഞ്ചിയുടെ നാച്ചുറൽ ആയിട്ടുള്ള കളറിനെ ഒന്നും കൂടെ ഡാർക്കായിട്ടുള്ള സ്റ്റെയിൻ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ എസൻഷ്യൽ ഓയിൽ പല ഫ്ലേവേഴ്സിലും ഉണ്ട്. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് യൂക്കാലിപ്റ്റസിൻ്റെ ആണ് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചിലർ ഇതിനകത്ത് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ചായപ്പൊടിയുടെ വെള്ളം ഇതൊക്കെ ആഡ് ചെയ്യും കേട്ടോ. പക്ഷെ ഞാനതൊന്നും ചെയ്യാറില്ല. അത് ചെയ്യേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെമൺ ജ്യൂസൊക്കെ നമ്മൾ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 6 മാസം വരെ നമ്മൾ ഈ ഹെന്നാക്കോൺ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ആർക്കെങ്കിലും എന്തെങ്കിലും സ്കിൻ പ്രോബ്ലം ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായാലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ വന്നാലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ വെള്ളം മാത്രമാണ് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഒറ്റയടിക്ക് നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാൻ നിൽക്കരുത്. അപ്പം ഞാൻ വെള്ളത്തിന് കറക്റ്റ് ഒരു മെഷർമെൻറ്റ് ഇല്ല കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടാണ് വെള്ളം ചേർക്കേണ്ടത്. കാരണം സ്പാച്ചിൽ ഉപയോഗിച്ച് നമ്മൾ മിക്സ് ചെയ്യുമ്പോഴുള്ള ഗുണം ഇതാണ്. ബൗളിൽ നിന്ന് നമുക്ക് നല്ല ക്ലീനായിട്ട് ഹെന്ന പേസ്റ്റ് എടുക്കാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഹെന്ന പേസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ ഈ പേസ്റ്റിൽ ഒരുപാട് ലംസ് ഉണ്ടാവും. അതിപ്പോൾ തന്നെ ഉടക്കണം എന്നില്ല. ഈ പേസ്റ്റ് ഒരു 24 മണിക്കൂറാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ വിൻ്റർ സീസണാണ്. അപ്പോൾ നല്ല തണുവാണ്. അതുകൊണ്ടാണ് 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. ഇപ്പോൾ ഒരു നോർമൽ ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 12 മണിക്കൂർ വെച്ചാൽ മതി. ഇനി അഥവാ ചൂടുള്ള സമയമാണെങ്കിൽ ഒരു 8 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ഒരു 24 മണിക്കൂർ വെക്കുന്നുണ്ട്. അപ്പോഴേക്ക് ഈ ലംസൊക്കെ ഉടഞ്ഞിട്ടുണ്ടാവും. നമുക്കത് എളുപ്പത്തിൽ ഉടച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്നതാണ് ഡൈ റിലീസ് എന്നാണ് പറയാം കേട്ടോ. ഇനി ഞാനിത് ഒരു ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ ക്ലിംഗ് റാപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു കവർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു കവർ വെച്ചിട്ട് ഞാൻ ഇത് കവർ ചെയ്യണ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്ന എസൻഷ്യൽ ഓയിലില്ലേ അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് കൊടുക്കുന്നത്. ക്ലിംഗ് റാപ്പ് ആകുമ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരുന്നോളും. ഇനി അതില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ എന്തെങ്കിലും ഇങ്ങനെ വെച്ചിട്ട് നല്ല ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മതി. അത് നിർബന്ധമായിട്ടുള്ളതാണ് കേട്ടോ. പാത്രം വെച്ച് മൂടി വയ്ക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യരുത്. ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ വേണം ഇത് കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ചെറിയ രീതിയിൽ വരുമാനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ അത്. ഇതിന് ഒരുപാട് പൈസ ഇറക്കി നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സല്ല. പക്ഷേ ഈ കല്യാണ സീസണിലും പെരുന്നാളിൻ്റെ സീസണിലൊക്കെ അത്യാവശ്യം വരുമാനം നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം ചിലപ്പോൾ ഇതുണ്ടാക്കുന്നത്. പക്ഷേ ഇതുണ്ടാക്കി തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് എത്രത്തോളം എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നുള്ളത്.
അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ കവർ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ നല്ല ടൈറ്റായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു 24 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. ഇനി ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.